അപ്പൊ നമ്മുടെ അനീഷ് ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ, പുള്ളി നമ്മുടെ പോലെ എല്ലാം സാധാരണക്കാരനാണ്. അപ്പൊ പുള്ളിക്ക് കോൺഫിഡന്റ് ഇന്ന് 10 ലക്ഷം രൂപ പ്രൈസ് കൊടുക്കും. എന്തോ സർപ്രൈസ് പൊട്ടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ പൊട്ടിക്കണോ? അതിലല്ല, സർപ്രൈസ് ഇങ്ങനെ അറിയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ല, എന്തോ സാർ ഓൾവേസ് സർപ്രൈസ് തരുന്ന ആളാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ അനീഷ് ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ, പുള്ളി നമ്മുടെ പോലെ എല്ലാം സാധാരണക്കാരനാണ്. അപ്പൊ പുള്ളിക്ക് കോൺഫിഡന്റ് ഇന്ന് 10 ലക്ഷം രൂപ പ്രൈസ് കൊടുക്കും. സോ അതൊരു ക്യാഷ് പ്രൈസ് ആണ്. അതാണ് ഇന്നത്തെ പൊട്ടിക്കില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പോൾ വരുന്നത്. പ്രത്യേകിച്ച് അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അനീഷിന് കപ്പ് കിട്ടാതെ വന്നപ്പോൾ, അല്ലെ അനീഷ് ജയിക്കാതിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടവും നിരാശയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങൾ പറയുന്നുണ്ടായിരുന്നു അനുമോൾക്കല്ല യോഗ്യത, അനീഷിനായിരുന്നു കപ്പ് കിട്ടാൻ യോഗ്യത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും അതിനൊക്കെ ഒരു ആശ്വാസം എന്ന പോലെ ഒരു ന്യൂസ് ആണ് ഇപ്പൊ വരുന്നത്. അതായത് ബിഗ് ബോസ് വിന്നർ സെക്കൻഡ്, അതായത് ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് നമ്മുടെ അനുമോളാണ്. സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടുള്ള അനീഷിന് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതായത് ഗിഫ്റ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അപ്പൊ ഇന്നാണ് ആ ഒരു കാര്യം ഡോക്ടർ റോയി എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹം പറഞ്ഞത്, മീഡിയക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോൾ, ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അനീഷിനെയും ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അനീഷിന് കപ്പ് കിട്ടാത്തതിൽ എല്ലാവർക്കും നല്ല നിരാശയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അതിലൊക്കെ കുറച്ചൊരു ആശ്വാസമാണ് ഈ ഒരു വാർത്ത. അനീഷിനെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. നമ്മുടെ ബിഗ് ബോസ് താരം അനീഷിന് അങ്ങനെ കോൺഫിഡൻസ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. സന്തോഷമാണ്, നല്ല കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് അത് വളരെ അർഹിച്ചൊരു വിജയമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മള് അനുമോളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ട് അനീഷിനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോ കുറച്ചുകൂടെ എന്താ പറയാ, ഒരു കപ്പിന് അർഹെന്ന് തോന്നിയത് അനുമോളാണ്. കാരണം അത്രത്തോളം അനുമോൾ അതിനകത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് ഒറ്റപ്പെടലുകളും വിമർശനങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് അനുമോൾക്ക് ഇങ്ങനെ ഒരു വിജയം കിട്ടിയത്. അതിൽ തെറ്റൊന്നുമില്ല. എങ്കിലും അനീഷിനും ഈ ഒരു വിജയത്തിന് അർഹനായിരുന്നു. എന്തായാലും ഇപ്പൊ ഒരു ആശ്വാസം തോന്നുകയാണ് എല്ലാവർക്കും. കാരണം 1ഉം 2ഉം ഒന്നുമല്ല, 10 ലക്ഷം രൂപയാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ് അനീഷിന് നൽകാൻ പോകുന്നത്. വളരെയധികം സന്തോഷം. ഇനിയും ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ. ഒരുപാട് ബുക്കുകളൊക്കെ ഇനിയും എഴുതാൻ പറ്റട്ടെ. ഒരുപാട് ആൾക്കാർ അനീഷിനെ അനുമോളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോൾക്ക് കപ്പ് കിട്ടിയാലും അനീഷിന് കപ്പ് കിട്ടിയാലും നമുക്ക് ഹാപ്പി ആയിരുന്നു. പിന്നെ അവസാനം ആ ഒരു ടൈമിലാണ് അനുമോൾക്ക് കുറച്ചുകൂടെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതിന്റെ പേരിൽ കുറച്ചുകൂടെ സപ്പോർട്ട് അനുമോൾക്കായിരുന്നു എന്ന് മാത്രം. എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. നിങ്ങൾക്കും ഹാപ്പി അല്ലേ? കാരണം അനീഷിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്കൊക്കെ ഒരു സന്തോഷം തന്നെയാണ് അനീഷിന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമ്മാനം ലഭിക്കുന്നതിൽ. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം തോന്നുകയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സമ്മാനം ആദ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ഓൾറെഡി അനുമോളാണ്. അനുമോൾക്ക് അതിന്റെ പ്രൈസും അതുപോലെ കാറും ഒക്കെ കിട്ടി. പക്ഷെ എങ്കിലും ജനഹൃദയങ്ങളില് കുറെ അധികം ആൾക്കാർ പറയുന്നത് ഞാൻ കണ്ടു, ജനഹൃദയങ്ങളിലെ വിന്നർ എന്നറിയപ്പെടുന്നത് അനീഷ് തന്നെയാണ്. അപ്പൊ അനീഷിന് എന്തുകൊണ്ടും ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സമ്മാനമൊക്കെ കിട്ടാൻ എന്തുകൊണ്ടും അർഹനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഹാപ്പിയാണോ അനീഷിന് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നതിൽ? നിങ്ങൾ ഹാപ്പിയാണോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അയ്യോ, എന്തുകൊണ്ട് എങ്ങനെയുണ്ട്? ഒരു മിനിറ്റ് അനീഷേട്ടാ, നിങ്ങളെന്ന് വെച്ചാ ചാവ് എന്റെ ഉമ്മ. ഇപ്പൊ അവരെ അടുത്തത് കണ്ടെങ്കിൽ തകർന്നേനോ അവർക്ക്. സുഖല്ലേ? ഹാപ്പിയാണോ? അതറിഞ്ഞോ? പിന്നെ നിങ്ങൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ മാക്സിമം നമ്മൾ ചെയ്ത്. ആളുകൾ വിചാരിച്ചിരിക്കുന്ന എനിക്ക് ഉമ്മാക്ക് പൈസ എങ്ങാണ്ടാരോ കൊണ്ട് തന്നിട്ടാ ഞങ്ങൾ ഇത് ചെയ്യുന്നതാ. 100 ദിവസം വരെ നിങ്ങളെ ഞങ്ങൾ ഒരേപോലെ കൊണ്ടുപോയി. അത് മാത്രമല്ല, അനീഷേട്ടന് ഓർമ്മയുണ്ടോ ഞാൻ ഉമ്മയും കൂടെ ലാലേട്ടന്റെ അടുത്ത് അവിടെ വന്ന എപ്പിസോഡിൽ അവര് നമ്മടുത്ത് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആള് ആരാണെന്ന് പറയരുതെന്ന്. ഞാൻ ഞാൻ മുമ്പേ വിചാരിച്ചോണ്ടിരുന്നയാ. അനീഷേട്ടന്റെ ഈ വിളി ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ മുമ്പേ എന്റെ തലയിൽ കണ്ടോണ്ടിരിക്കുവായിരുന്നു.
സത്യത്തില് ഞാനിങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒക്കത്തില്ല, മൊത്തം ഹാങ് ആവും ഫോണെല്ലാം. കാര്യം നിങ്ങളുടെ ഇപ്പൊ അതന്നെ, പെട്ടെന്ന് റീച്ച് അതന്നെ. കയറുന്നുണ്ടേ. അതെ അതെ. പിന്നെ അത് കൂടാണ്ട് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ലല്ലോ. എനിക്ക് ഇത്ര സപ്പോർട്ട് ഉള്ളത്, ഇങ്ങനെ ഇത്രമാത്രം സപ്പോർട്ട് ഉള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഇത് സത്യത്തില്. എന്റെ അപ്പൊ- സ്ക്രീൻ റെക്കോർഡാണ് കേട്ടോ അനീഷേട്ടാ. ആ. എന്റെ സ്ക്രീൻ റെക്കോർഡാ. നിങ്ങൾ വിളിച്ച അബീഷിന്റെ കോൾ വന്നപ്പോഴേ ഞാൻ അത് റെക്കോർഡ് ഇട്ടു. കാര്യം എനിക്കറിയാം നിങ്ങൾ വന്നിട്ട് വിളിക്കുവാണെന്നുള്ളത്. ഞാൻ ഉമ്മാടെ അടുത്ത് എന്നിട്ട് വിളിക്കും കേട്ടോ. ഉമ്മാടെ അടുത്ത് എന്നിട്ട് ഞാൻ പറയും, ഞാൻ ഉമ്മാടെ വാട്സ്ആപ്പ് നമ്പർ അബീഷ് ബ്രോയ്ക്ക് അയച്ചു കൊടുക്കും. ഉമ്മ എന്തായാലും വിളിക്കണം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കൊല്ലത്തുന്നവരെ കാണണം. അത്രത്തോളം ബാക്കിയുള്ളവർ കേട്ടിട്ടുണ്ട്. കാര്യം എന്തിനാ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് ചോദിച്ചിട്ട് അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഉമ്മായി ഈ വീഡിയോയിലോട്ട് വന്നത് തന്നെ നിങ്ങളുടെ പേര് പറഞ്ഞാണ് വന്നത്. ഒരു വിന്നറിന് പോലും ഇത്ര ഇത് കിട്ടിയിട്ടില്ല. അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ഭയങ്കര വരവേൽപ്പല്ലേ. സ്വന്തം നാട് തന്നത്, എയർപോർട്ട് തന്നത്, മലയാളികൾ വന്നത്. കാര്യം ഞാനാണെങ്കിൽ നിങ്ങള് അന്ന് ഫിനാലയുടെ അന്ന് കേക്ക് മുറിച്ചിരുന്നു. ആ വീഡിയോ കണ്ടോന്ന് അറിയത്തില്ല. കേക്ക് മുറിച്ച് ഞങ്ങൾ അനീഷ് വിന്നർ എന്നും പറഞ്ഞിട്ട്, ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനീഷ് എന്നും പറഞ്ഞ് ഞങ്ങൾ കേക്ക് മുറിച്ച് അതിലെല്ലാരും വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇങ്ങനെ അംഗീകരിക്കാത്ത, എന്താ ജയമെങ്കിലും അംഗീകരിക്കും ഒരാളുടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റം പറഞ്ഞു കുറെ പേര്. ആ ഉമ്മാക്കും മോനും മാത്രം തോന്നിയാ പോരല്ലോ എന്ന്. അപ്പൊ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി, ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും തോന്നിയല്ലോ. ഒരുപാട് സന്തോഷം അലീഷ് ചേട്ടാ. എനിക്കറിയാം നിങ്ങൾ അതേ ഒരു മൈൻഡുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കറിയാം നിങ്ങൾ എത്രത്തോളം സ്വപ്നം കണ്ടതായിരിക്കും ഈ ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോം എന്നുള്ളത്. കാര്യം നിങ്ങൾ ഇതിനു മുമ്പ് വീട്ടിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഇങ്ങനെ ഒന്ന് ഫെയിമായി അവിടെ പോയി സെറ്റപ്പായി എയർപോർട്ടിൽ വരുമ്പോ കുറെ ജനങ്ങൾ അല്ലേ വിചാരിച്ചിട്ടില്ലേ? ഞാൻ വിചാരിക്കാറുണ്ട്, ഉറപ്പായിട്ട് അനീഷേട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ എന്തായാലും സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഞാൻ അവിടെ മദറിന്റെ അവിടെ എപ്പോഴെത്താ? ഞാൻ ഉമ്മാടെ അടുത്ത് എത്തിയതിനു ശേഷം നമ്പർ അബീഷ് ബ്രോയ്ക്ക് ഇടാം. വാട്സപ്പിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാം. ഉമ്മായ കാണിക്കണം. ഉമ്മക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പൊ ഞാൻ ഇന്നലെയും വീഡിയോയിൽ പറയുന്നുണ്ട് അനീഷ് വിളിക്കും എന്നെ എന്ന്. ഇന്നലെയും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിളിക്കാം. ഓക്കെ, ലവ് യു ബ്രോ.